CJP പാർലമെന്റ് മാർച്ചിനിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ വിശദമായ വാദം സുപ്രീം കോടതി ഇന്ന് കേൾക്കും. ദില്ലി പോലീസും കേന്ദ്രസേനയും കണ്ണീർ വാതകം, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രതികരണങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിരുന്നു. ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി വന്നത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണമായിരുന്നു. അത് എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു പ്രതികരണം. അതിലെന്തായാലും ഇപ്പോൾ കേസെടുക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. ദില്ലി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന RSS ആശയ പ്രചാരകൻ TG മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മോഹൻദാസിന്റെ പ്രസ്താവന കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണെന്നും BNSലെ 196 വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സംഘപരിവാർ പ്രചാരകൻ കലാപാഹ്വാനം നടത്തിയിട്ടും UDF സർക്കാരിന് കീഴിലെ പോലീസ് നടപടിയെടുക്കാത്തത് ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് രാഷ്ട്രീയ രംഗത്തുള്ളവരും പ്രതികരിച്ചു. നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിയോഫിനാണ് ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് തിയോഫിനിലേക്ക് പോകും. തനിക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ സമരം ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലുമായിരുന്നു എന്ന TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിനെതിരെ SFI പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ജനാധിപത്യപരമായ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വെടിവെപ്പ് നടത്തണമെന്നും അതിലൂടെ നിരവധി പേർ കൊല്ലപ്പെടുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്യുമെന്ന് പരസ്യമായി പറയുന്നത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാൻ കാരണമാകുന്നതാണെന്നും SFI പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. മോഹൻദാസിന്റെ പ്രസ്താവന കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണെന്നും പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A വകുപ്പിന് സമാനമായി BNSലെ 196 വകുപ്പ് പ്രകാരം മോഹൻദാസിനെതിരെ കേസ് നിലനിൽക്കുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സംഘപരിവാർ പ്രചാരകൻ കലാപാഹ്വാനം നടത്തിയിട്ടും UDF സർക്കാരിന് കീഴിലെ പോലീസ് നടപടിയെടുക്കാത്തത് ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് പ്രതികരിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു മലയാളിക്ക് അപമാനം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനേക്കാൾ ഏറെ എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല കേരളത്തിൽ എന്നുള്ളതാണ്. VD സതീശൻ സർക്കാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മോഡി സർക്കാരാണോ, മോഡിയുടെ B ടീമാണോ VD എന്ന ചോദ്യം കഴിഞ്ഞ കുറേ അനുഭവത്തിലൂടെ ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ച റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് പരസ്യമായി കലാപാഹ്വാനം നടത്തിയ TG മോഹൻദാസിനെതിരെ കേസെടുക്കാത്തതെന്നും S സതീഷ് ചൂണ്ടിക്കാട്ടി. വേടന് ഉൾപ്പെടെയുള്ള 90 പേർക്കെതിരെ കേസെടുത്തില്ലേ? എന്നാൽ ഇങ്ങനെ വെടിവെച്ച് കൊല്ലണമെന്ന ഏറ്റവും ഭീകരമാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, വിദ്വേഷം ജനിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, രാജ്യവിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു RSSകാരനെതിരെ ഒരു കേസെടുക്കാൻ VD ഗവൺമെൻറ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കൈരളി ന്യൂസ്, കൊച്ചി. എന്തായാലും രാജ്യം ഏറ്റെടുത്ത ഒരു സമരമാണ് യുവാക്കളുടെ സമരം. അതിൽ കേന്ദ്ര സർക്കാരിന് പോലും മുട്ടുമടക്കേണ്ട ഒരു നിലയാണ് ഉണ്ടായത്. എന്തായാലും അതിൽ ആണ് ഇത്തരത്തിലുള്ള BJP നേതാക്കളുടെയൊക്കെ പ്രതികരണം വരുന്നത്. BJP നേതാക്കളൊക്കെയും ഈ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അത് നമ്മുടെ സമൂഹത്തിന് ചേരാത്തതാണ്. TG മോഹൻദാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മറ്റു വിഷയങ്ങളിലെയൊക്കെ പ്രതികരണമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമാനമായിട്ടുള്ള രീതി തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ഏതായാലും നമ്മളോട് കൂടുതൽ വിശദാംശങ്ങൾ തിയോഫിൻ പറഞ്ഞു തരും. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഈ TG മോഹൻദാസിൻ്റെ ആ ഒരു പ്രതികരണം അത് ദൗർഭാഗ്യകരമാണ്. കാരണം ഈ നാട് ഏറ്റെടുത്ത, രാജ്യം തന്നെ ഏറ്റെടുത്ത വലിയൊരു പ്രക്ഷോഭത്തിനാണ് നമ്മളൊക്കെയും സാക്ഷ്യം വഹിച്ചത്. അതിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം വന്നത്. അതുമാത്രമല്ല, അതിൽ കേരളത്തിലെ UDF സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്. അക്ഷയ്, അതായത് രാജ്യമാകെ ഏറ്റുപിടിച്ച അല്ലെങ്കിൽ പിന്തുണ നൽകിയ ഒരു സമരമായിരുന്നു. CJP ആണ് ആ സമരം തുടങ്ങി വെച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. CJP ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ആ പേരിൽ വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ, അത് പിന്നീട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ പ്രതിഷേധവുമായി ജന്തർ മന്ദറിലെത്തിയത്. പിന്നീട് ആ പ്രതിഷേധത്തിന് തുടർച്ചയായി, അതായത് ആ പ്രതിഷേധത്തിനെതിരെ ഉണ്ടായ പോലീസ് നടപടി കൂടി ആയതോടുകൂടി രാജ്യമാകമാനമുള്ള യുവജനങ്ങളും വിദ്യാർത്ഥികളും മുഴുവൻ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ യുവജന സംഘടനകളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടുകൂടി SFI ഉൾപ്പെടെ അതിന് പിന്തുണ നൽകിയതോടുകൂടിയാണ് ആ സമരം പിന്നീട് അതായത് BJPയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു പ്രധാനമായും ഈ സമരക്കാർ ആദ്യം ഉന്നയിച്ച ആവശ്യം. അതോടുകൂടി തന്നെ ഈ രാജിവെക്കുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്ന നിലയിലേക്ക് പ്രതിസന്ധിയിലാവുന്നു. നരേന്ദ്രമോദി മുട്ടുമടക്കി ഏറ്റവും ഒടുവിൽ ഈ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ ശ്രമിച്ച പ്രധാനമന്ത്രിക്ക് രാജി ആവശ്യപ്പെടേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതിലാണ് BJP വലിയ പ്രതിരോധത്തിലായത്. ഈ സമരത്തിനെ എതിർക്കുന്ന നിലപാടാണ്
BJP നേതാക്കൾ രാജ്യത്താകമാനം സ്വീകരിച്ചത്. കേരളത്തിലുള്ള BJP നേതാക്കളും അത്തരം പ്രതികരണം തന്നെയാണ് നടത്തിയത്. ഈ സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്ത് ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് സമരമെന്നത് ഇവർ അംഗീകരിക്കാതെ സമരക്കാർക്കെതിരെ തിരിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മോഹൻ ഭാഗവത പറഞ്ഞതുകൂടിയാണ്, ഈ വിദ്യാർത്ഥികളൊക്കെ ജെൻസി വിദ്യാർത്ഥികൾ ചിന്തിക്കാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്, എടുത്തിയാടെ പ്രവർത്തിക്കുന്നവരാണെന്ന നിലയിലുള്ള ഒരു ആരോപണം കൂടി അയാൾ ഉന്നയിക്കുകയുണ്ടായിരുന്നു. സമാന രീതിയിലാണ് TG മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. പക്ഷേ TG മോഹൻദാസ്, ഈ RSSകാരനായ TG മോഹൻദാസ്, നമുക്കറിയാം ഇത് മാത്രമല്ല, ഇതിനു മുൻപും പലതവണ വർഗീയപരമായ അല്ലെങ്കിൽ വർഗീയപരമായി ഭിന്നിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇയാൾ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന ഒരാളാണ്. ആ രീതിയിലുള്ള അല്ലെങ്കിൽ കലാപാഹ്വാനം നൽകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പലപ്പോഴും TG മോഹൻദാസിൻ്റെ ഭാഗത്ത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയമായി വേർതിരിവുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾക്കെതിരെ ഇത്തരത്തിലൊരു ജനകീയ സമരം നടന്നത് വിജയം നേടുമ്പോൾ നടത്തിയ കലാപ ആഹ്വാനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം താനാണ് അവിടെ ഉണ്ടായിരുന്നത്, തനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ സമരക്കാരെ എല്ലാം വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് പറയുന്ന ഒരാൾ. ഓർക്കണം, ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെയൊക്കെ പ്രായമുള്ള കുട്ടികളാണ് ഈ സമരം നടത്തി ഇത്തരത്തിലൊരു ഏകപക്ഷീയം, അതായത് 12 വർഷക്കാലത്തോളം തങ്ങളെ നേരിടാൻ ആരുമില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് എന്തും ചെയ്യാമെന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യത്തോട് അനുകൂലമായ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടി വരുന്നു. ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടേണ്ട നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ നടത്തിയ ഒരു പ്രക്ഷോഭത്തെയാണ് വെടിവെച്ച് കൊല്ലണം എന്ന രീതിയിലുള്ള ആഹ്വാനം ഈ TG മോഹൻദാസ് നടത്തിയത്. എന്നാൽ അതിനെതിരെ ഒരു കേസെടുത്തിട്ടില്ല. കേസെടുക്കണമെങ്കിൽ പരാതി ഉണ്ടാകണമെന്ന ന്യായത്തിനിവിടെ പ്രസക്തിയില്ല. കാരണം SFIയുടെ പരാതി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി തന്നെ ഇയാൾ കലാപാഹ്വാനത്തിന് കേസെടുക്കണം എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ വകുപ്പ് കൂടി അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SFI പരാതി നൽകിയത്. പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A എന്ന വകുപ്പ്, ആ വകുപ്പിന് സമാനമായ രീതിയിൽ BNSലെ പുതിയ നിയമം ഇപ്പോഴുള്ള കേസുകളെല്ലാം BNS പ്രകാരമാണ് എടുക്കുന്നത് പുതിയ സംഭവങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ BNSലെ 196 വകുപ്പാണ് അതിന് സമാനമായ രീതിയിലുള്ള വകുപ്പ്. അങ്ങനെ ആ 196 വകുപ്പ് പ്രകാരം ഈ TG മോഹൻദാസിനെതിരെ കേസ് നിലനിൽക്കും. കേസെടുത്താൽ അത് നിലനിൽക്കും. ആ കേസെടുക്കണമെന്ന് കൂടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമ്മൾ നേരത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറി CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ളൊരു കാര്യം നമ്മളത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരുന്നത്. കാരണം നമുക്കറിയാം, ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ വലിയ ഗതാഗതമൊന്നും ഇല്ലാത്ത ഒരു വഴിയാണ് സെൻട്രൽ പാർക്കിന് സമീപത്തെ ചെറിയ വഴിയാണ്, ടൈലിട്ട ഒരു വഴിയാണ്. അവിടെയാണ്, കാരണം ഈ പ്രതിഷേധം നടത്താനായി ഐക്യദാർഢ്യ പരിപാടി നടത്താനായി വേടൻ നേരത്തെ അനുമതി ചോദിച്ചിരുന്നു. അങ്ങനെ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ആ വഴിയിൽ ഒരു ചെറിയൊരു പിക്കപ്പ് ലോറി ഇട്ട് അതിന് മുകളിൽ നിന്നാണ് വേടൻ്റെ കൂട്ടുകാരായ ഗായകരുമൊക്കെ കൂടി ചേർന്ന് പാട്ടുപാടി ഒരു പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധം ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന് കാണിച്ചുകൊണ്ടാണ് VD സതീശൻ്റെ പോലീസ് കേസെടുത്തത്. അങ്ങനെ ഒരു കേസെടുത്തു. സമാനമായ രീതിയിൽ പലയിടത്തും പല സംസ്ഥാനങ്ങളിൽ കേസെടുത്തെങ്കിലും ഈ കേസൊക്കെ പിൻവലിച്ച സാഹചര്യമുണ്ട്. നമുക്കറിയാം, രാജസ്ഥാനും ബീഹാറിലുമൊക്കെ എടുത്ത കേസുകളൊക്കെ പിൻവലിച്ചു. അത് പിൻവലിച്ചതായി CJP പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോഴും വേടനെതിരെ ഉൾപ്പെടെ എടുത്ത കേസുകളൊക്കെ നിലനിൽക്കുകയാണ്. അങ്ങനെ കേസെടുക്കാൻ ഒറ്റയടിക്ക് കേസെടുക്കാൻ തയ്യാറായ പോലീസ് ഇങ്ങനെ ഒരു പരാമർശം നടത്തി. ഈ വിദ്യാർത്ഥികളെ മുഴുവൻ പുതുതലമുറയാണ്, നാളെ വോട്ട് ചെയ്യേണ്ടവരാണ്, രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ട വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു വർഗീയ പരാമർശം നടത്തി, ചേരിതിരിവുണ്ടാക്കാൻ ഉള്ള പരാമർശം നടത്തി. കലാപാഹ്വാനമാണ് എന്ന് തന്നെ നമുക്കത് പറയേണ്ടി വരും. അങ്ങനെ വെടിവെച്ച് കൊല്ലും എന്ന് വരെ പറഞ്ഞ ഒരാൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ, ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പരാതി ഉണ്ടായിട്ടും അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വൈരുദ്ധ്യം. എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ കൊച്ചിയിൽ വെച്ച് പറഞ്ഞ കാര്യം കൂടി നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. RSSകാർക്ക് ഹിറ്റ്ലറുടെ മനസ്സാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഇവരിൽ നിന്നുണ്ടാകുന്നത് എന്ന കാര്യം കൂടി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതൊരു സത്യമാണ്. ഹിറ്റ്ലറുടെ മനസ്സാണ് ഇവർക്ക്. ഹിറ്റ്ലറുടെ രീതി നമുക്കറിയാം. പഴയ കാലത്ത് തൻ്റെ എതിരാളികളെ, എതിർ ശബ്ദം ഉണ്ടാകുന്നവരെയൊക്കെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുകയാണ് ഹിറ്റ്ലറുടെ രീതി. അതേ രീതിയിൽ തന്നെയുള്ളൊരു മനസ്സ്, ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ RSSകാരിൽ നിന്ന് വരുന്നത്. ആ രീതിയിൽ തന്നെ എന്നാൽ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ, ഈ കലാപാഹ്വാനങ്ങളും കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പോലും, വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ UDFൻ്റെ ഭരണകാലത്ത് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വൈരുദ്ധ്യം. അക്ഷയ്.
തിയോഫിൻ, ഒരുപക്ഷെ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നിരന്തരം ഉയരുകയാണ്. ഇന്നലെ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സർക്കാരിൻ്റെ ഈ ഒരു നിലപാടിനെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം SFI ഇന്നലെ കൃത്യമായി പരാതി നൽകിയിട്ട് പോലും കേസ് എടുക്കാനായിട്ടൊരു നിർദ്ദേശം നൽകാനായിട്ട് സാധിക്കുന്നില്ല ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് അടക്കം. അങ്ങനെയുള്ള വ്യാപക വിമർശനം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ ആ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഇന്നെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനൊരു സാധ്യതയുണ്ടല്ലേ? അക്ഷയ്, സ്വാഭാവികമായി പ്രതിഷേധങ്ങൾ വരുമ്പോൾ കേസ് രജിസ്റ്റർ അങ്ങനെയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മുഖം രക്ഷിക്കേണ്ട ഒരു രീതി ഒരു ആവശ്യമുണ്ട് പോലീസിന്. പക്ഷേ അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഉറപ്പില്ല. കാരണം നമുക്കറിയാം UDF ഭരണം വന്ന ശേഷം തങ്ങൾക്ക് താല്പര്യമുള്ള പോലീസിന് ആവശ്യമുള്ളിടത്ത് മാത്രം കേസെടുക്കുക, അത് ഒരു നിർദ്ദേശവും വേണ്ട, പെട്ടെന്ന് തന്നെ എടുത്തിയാടി കേസെടുക്കാനും നടപടിയുമായി മുന്നോട്ട് പോകാനുമൊക്കെ പോലീസിന് വലിയ താല്പര്യമാണ്. എന്നാൽ കേസെടുക്കേണ്ടിടത്ത് പോലീസ് കൃത്യമായി ഇടപെടേണ്ടിടത്ത് ഇടപെടലുണ്ടാകുന്നില്ല എന്നതുകൂടി ഒരു വൈരുദ്ധ്യമാണ്. എന്തായാലും വലിയ പ്രതിഷേധം വ്യാപകമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ കേസെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും നിലവിലിപ്പോൾ UDFൻ്റെ ഭരണമാണ്. മുകളിൽ നിന്ന് നിർദ്ദേശം പോലീസിന് നൽകുമോ എന്നറിയില്ല, അല്ലെങ്കിൽ നിർദ്ദേശം വന്നാൽ മാത്രം കേസെടുക്കാമെന്ന് കരുതി പോലീസ് കാത്തിരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും ഇത്രയും ഒരു പരാമർശം, അല്ലെങ്കിൽ ഒരു കലാപാഹ്വാനം നൽകുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പരാമർശം ഒരു RSSകാരൻ നടത്തിയിട്ട് പോലും അയാൾക്കെതിരെ ഒരു കേസെടുക്കാനോ ചെറുവിരലനക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. പക്ഷേ TG മോഹൻദാസിനെതിരെ ഇതിനു മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ, ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയതിനും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചതിനുമൊക്കെ പലതവണ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ TG മോഹൻദാസ് തൻ്റെ ആ നിലപാട്, ആ RSS സംഘപരിവാർ നിലപാടും പ്രതികരണങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അക്ഷയ്, തീർച്ചയായും വ്യക്തമാണ്, സമഗ്രമാണ് തിയോഫിൻ. എന്തായാലും TG മോഹൻദാസിൻ്റെ പ്രതികരണത്തിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ ഘട്ടത്തിലും ഉയർന്നു വരുന്നത്. എന്തായാലും ഒരു ജനാധിപത്യപരമായിട്ട് രാജ്യത്തെ യുവത നടത്തിയ ഒരു പ്രതിഷേധത്തോട് മുഖം തിരിക്കുകയും ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കം. അതിൽ ഒരു കേസെടുക്കാൻ പോലും VD സതീശൻ സർക്കാർ ഇതുവരെ തയ്യാറാവുന്നില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്.